ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ പലഹാരത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചക്കക്കുരുവാണ്. ഇത് കണ്ടാൽ ചക്കക്കുരുവാണെന്ന് പറയത്തേ ഇല്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വെൽക്കം ടു മൈ ചാനൽ. ഞാനിവിടെ ചക്കക്കുരു തോലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും ചേർത്തിട്ടാണ് വേവിച്ചെടുത്തത്. ഒരു 4 വിസിൽ കൊണ്ട് ചക്കക്കുരു വെന്തിട്ടോ. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുമ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അങ്ങനെ ഞാൻ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്തരയ്ക്കുക, എന്നാലേ നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. ഇനി അതിലേക്ക് 1 കപ്പ് സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂണോളം മുളക് പൊടി, ഇഞ്ചിയുടെ കുറച്ച് പേസ്റ്റ്, 1 കപ്പ് കടലമാവ്, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കടലമാവും ചക്കക്കുരും നമ്മൾ ചേർത്തിട്ടുള്ള മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആവണം കേട്ടോ. അങ്ങനെ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പാക്കിയെടുക്കാം. കൈയൊന്ന് നനയ്ക്കുകയോ അല്ലെങ്കിൽ എണ്ണ ഒന്ന് തടവിയാലോ കൈമ ഒട്ടൂല കേട്ടോ. ഇതിൻ്റെ മാവ് നമ്മുടെ കൈമേൽ ഒട്ടൂല, അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ ഞാൻ കട്ട്ലേറ്റിൻ്റെ ഷേപ്പാണ് ആക്കിയത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാതും ഇവിടെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കടായി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച വട അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമാണ് വേണ്ടത്, എന്നാലേ അതിൻ്റെ ഉള്ളൊക്കെ നല്ലതുപോലെ വേവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പുറം ഭാഗം വേഗം കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമാണ് വേണ്ടത്. അപ്പോൾ ഒരു സൈഡായിട്ടുണ്ട്, നമ്മളതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ 2 സൈഡും കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. അങ്ങനെ നമ്മുടെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങളും ഉണ്ടാക്കി നോക്കുക. എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു കിടിലൻ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.